എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2013, 2014, 2015 യു ജി സി ഇറക്കിയ പബ്ലിക് നോട്ടീസിൻ്റെ രേഖകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ജി സി അവരുടെ ഭാഗത്തു നിന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പബ്ലിക് നോട്ടീസ് ഇറക്കുകയുണ്ടായി. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രാഞ്ചേഴ്സിനെയും സ്റ്റഡി സെൻറ്ററിനെയും വിമർശിച്ചുകൊണ്ടാണ് യു ജി സി പബ്ലിക് നോട്ടീസ് ഇറക്കിയത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാവരും യു ജി സി DB വെബ്സൈറ്റിൽ നോക്കി വേണം യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാനെന്നും പബ്ലിക് നോട്ടീസിൽ യു ജി സി പറയുകയുണ്ടായി. ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. കേരള, കാലിക്കറ്റ്, കാമരാജ് യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, പെരിയാർ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, മറ്റ് യൂണിവേഴ്സിറ്റികൾക്കും എല്ലാം പല ഇയറുകളിലായി യു ജി സി അംഗീകാരമില്ല. യു ജി സി DB വെബ്സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വ്യക്തമായ തെളിവുകൾ അതിലുണ്ട്. ഞാനിപ്പോൾ പറയുന്ന വീഡിയോയിൽ കാണുന്ന തെളിവുകൾ യു ജി സി പറഞ്ഞതാണ്. ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഫ്രാഞ്ചൈസികളുടെയും സെൻറ്ററുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും കള്ളത്തരങ്ങളാണ് ഇതിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. 2013, 2014, 2015 എന്നീ അക്കാഡമിക് ഇയറിൽ യു ജി സി പബ്ലിക് നോട്ടീസ് ഇറക്കിയത് കേരളത്തിലുള്ള സർവകലാശാലകൾക്കും കേരള PSCക്കും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വേറെയുണ്ടോ? വിദ്യാർത്ഥികളുടെ കാര്യം പോട്ടെ, ഇവരെ പോലെയുള്ളവർ പറയുന്നതും കേട്ടാണ് പല യൂണിവേഴ്സിറ്റികളിലും എടുത്തു ചാടുന്നത്. ആരെയാണ് വിദ്യാർത്ഥികൾ വിശ്വസിക്കേണ്ടത്? ഇതാണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരം. ആർട്ടിക്കിൾ 14 ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുല്യനീതിയല്ല ഇവിടെ നടക്കുന്നത്. ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിൽ നടക്കുന്നത്. അനർഹരായിട്ടുള്ളവർക്കെല്ലാം കേരള PSC പിൻവാതിൽ വഴി കയറ്റിവിടുകയാണ്. യൂണിവേഴ്സിറ്റികളാകട്ടെ അനർഹരായിട്ടുള്ളവർക്കെല്ലാം ഇക്കൻസി വാരി വിതറും. അതാണ് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നത്. പബ്ലിക് നോട്ടീസ് ഇറക്കിയ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം വിലക്ക്. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ PSC എല്ലാം തടയുന്നു. യു ജി സി DB വെബ്സൈറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളെല്ലാം സംരക്ഷിക്കുന്നു. അവർക്ക് പബ്ലിക് നോട്ടീസ് ഇറക്കാത്തത് കൊണ്ടാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യു ജി സി DB വെബ്സൈറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ അംഗീകാരമില്ല. അത് യു ജി സിയുടെ റൂളാണ്. പക്ഷേ ഈ റൂളൊന്നും കേരള PSCയും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നില്ല. അണ്ണാമല യൂണിവേഴ്സിറ്റിയെ മാത്രം ഇവിടെ എല്ലാവരും തടയുന്നു, അയിത്തം കൽപ്പിക്കുന്നു. 2015 ഈ പബ്ലിക് നോട്ടീസ് കേരളത്തിലുള്ള സർവകലാശാലകളെല്ലാം മുക്കി എന്ന് തന്നെ പറയാം. 2019 നടത്തിയ ഇക്വലൻസി ഇപ്പോഴും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം നൽകി വരുന്നുണ്ട്. പണം ലക്ഷ്യം വെച്ച് മാത്രമാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. സുപ്രീം കോടതിയുടെ ആ വാചകം പോലും ഇവിടെ ആരും കേൾക്കുന്നില്ല. സുപ്രീം കോടതി കേസിലുള്ള ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് വരെ കാലിക്കറ്റ്, കേരള, MG ഇക്വലൻസിറ്റികൾ ഇക്വലൻസി കൊടുത്തു വരുന്നു. കോടതിയിൽ നിന്നും വിധി വരാത്ത ഒരു കേസിലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് ഇക്വലൻസി കൊടുക്കുന്നതെന്ന് ഓർമ്മ വേണം. അപാര ധൈര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവരെല്ലാം ചെയ്യുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. അർഹതയില്ലാത്ത ഡിഗ്രി ഉള്ളവരെല്ലാം PSC ജോലിയിൽ കയറ്റുന്നു, ഗവൺമെൻറ് സർവീസിലിരിക്കുന്നു, ശമ്പളവും അലവൻസും എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം പുറത്ത്, അംഗീകാരമുള്ളവരും അണ്ണാമല വിദ്യാർത്ഥികളും പുറത്ത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതാരും ചോദിക്കാൻ ഇവിടെ ഇല്ലേ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ എല്ലാവരും കൂടി ചേർന്ന് ജോക്കറാക്കിക്കൊണ്ടിരിക്കുകയാണ്.